ഞങ്ങൾ ഇന്ന് നിഖില വിമലിന്റെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാണാനായിട്ട് എംലാലിലേക്ക് ചെന്നതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ മാത്രമാണ് സിനിമ കാണാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സിനിമ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ആവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ലീലയിലേക്ക് വിട്ടു. അന്നമ്മൾക്ക് ലീലാസിൽ പോയാൽ മതി എന്നുള്ള ഒരൊറ്റ വാശിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് തന്നെ വന്നത്. അവള് വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഈ ഒരു ചാട്ടത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്താൽ കുറേ നേരം എടുക്കും കിട്ടാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഇവിടെ പുറത്തൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തിരുന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങളിപ്പോൾ നൈറ്റ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പകലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, മീൻ പിടിക്കാം, മീൻ ഫുഡ് കൊടുക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാനും വളരെ മനോഹരമാണ്. പകൽ സമയത്ത് വന്നാൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല ഒരു സൂപ്പർ ആംബിയൻസ് ആണ്. നല്ല ക്ലീൻ ആൻഡ് കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഇങ്ങനത്തെ വലിയ താറാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ റെസ്റ്റോറന്റും ബാറും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു പുറത്തേക്ക് പോയത്. തിരികെ എത്തിയപ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഫുഡൊക്കെ കിട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ നാനും പ്രോൺ മസാലയും പോർക്ക് ഫ്രൈയും ആയിരുന്നു. പിന്നെ അന്നക്കുട്ടിക്ക് വേണ്ടിയിട്ടൊരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കോക്ടെയിൽ ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്തു. അപ്പം തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഹരിപ്പാട് ഭാഗത്തുള്ളവർക്കും ആലപ്പി ഹരിപ്പാട് ഭാഗത്തേക്കൊക്കെ വരുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.